ഫെബ്രുവരി 10. കർത്താവിൻ്റെ കാവലിൽ ജീവിക്കാം. സങ്കീർത്തനങ്ങൾ 121:1-8. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്ത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പ്രാർത്ഥന. ഞങ്ങൾക്ക് തണലേകാൻ ഞങ്ങളോട് ഒത്തുവസിക്കുന്ന കർത്താവെ, അങ്ങയുടെ സംരക്ഷണ വലയത്തിൽ നിരന്തരം ഞങ്ങളെ കാത്തുപോരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ സകലവിധ തിന്മകളിലും സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങളിലുള്ള തിന്മയുടെ ചായ്വുകളെ പിഴുതെറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ജഡത്തിൻ്റെ പ്രലോഭനങ്ങളും ഞങ്ങളെ വേട്ടയാടുമ്പോൾ ഞങ്ങളിതാ അങ്ങയിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. നന്മയെ തിരിച്ചറിഞ്ഞ് പുൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സുകൃത ജപം. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് കാവലാകണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് കാവലാകണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് കാവലാകണമേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.